എല്ലാവർക്കും നമസ്കാരം. ഞാൻ സതീഷ് നായർ, ജ്യോതിഷം ആൻഡ് വാസ്തു സെൻറ്റർ ഏഴംകുളം. നമ്മളെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ദിക്കുകളെ പറ്റിയാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗ്രഹത്തിൻ്റെ സ്ഥാനം, ഗേറ്റിൻ്റെ സ്ഥാനം, അതുപോലെ തന്നെ ചുറ്റുമതിലിൻ്റെ സ്ഥാനം, കിണറിൻ്റെ സ്ഥാനം, ഇതൊക്കെ നമ്മൾ കാണാൻ എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നെ നമ്മൾ ഏത് ദിക്കിലോട്ട് നമുക്ക് ഗ്രഹം പണിയാവുന്നതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് യഥാർത്ഥം പറഞ്ഞാൽ 4 ദിക്കുകളാണുള്ളത്. അതിന് മഹാദിക്കുകളാണ് അറിയപ്പെടുന്നത്. കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്, അങ്ങനെ 4 മഹാദിക്കിലോട്ട് നമ്മൾ ഗ്രഹം പണിയുമ്പോൾ ആ ദിക്കിനെ നമ്മൾ പ്രതിനിധാനം ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം കിഴക്ക് നമ്മൾ ഇന്ദ്രദിക്കെന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്, പടിഞ്ഞാറിനെ വരുണദിക്ക്, വടക്ക് കുബേരദിക്ക്, തെക്ക് യമദിക്ക് എന്ന് നമ്മൾ 4 ദിക്കുകളാണ്. പക്ഷേ ഈ 4 ദിക്കിലോട്ടും ഗ്രഹം പണിയുന്നത് കൊണ്ട് നമുക്ക് ദോഷമൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ നമ്മൾ എങ്ങോട്ട് ഗ്രഹം പണിയരുത് എന്ന് പറയാൻ നമുക്ക് വിദിക്കിലോട്ട് നമ്മൾ ഗ്രഹം പണിയാൻ പാടില്ല. അപ്പം വിദിക്കെന്ന് പറഞ്ഞ മൂലഭാഗങ്ങളിലോട്ട് നമ്മൾ ഗ്രഹം പണിയാൻ പാടില്ലെന്നാണ്. അപ്പോൾ ഇത് നമ്മളൊരു 45 ഡിഗ്രി ആംഗിളിൽ 22.5 ഡിഗ്രി നമ്മൾ കണക്കാക്കുമ്പോൾ അതിനകത്തൊരു 15 ഡിഗ്രി വരെ ചരിവ് നമുക്ക് വിദിക്കിലേക്ക് ആവശ്യമായിട്ട് വരും. പക്ഷേ അതിൽ കൂടുതൽ നമ്മൾ എടുക്കാൻ പാടില്ലെന്നാണ് നമ്മൾ ഒരു ഗ്രഹം പണിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ വിദിക്കെന്ന് പറഞ്ഞാൽ കിഴക്ക്, വടക്ക് ദിക്കെന്ന് പറയുന്നത് നമുക്ക് ഈശാന കോണും, അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ് ദിക്ക് നിരുതി കോണ്, നമ്മൾ കന്നിമൂല എന്ന് പറയുന്നത്, അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറ് വായുകോണ്, തെക്ക് കിഴക്ക് അഗ്നികോണ് എന്ന 4 കോണുകളാണുള്ളത്. ഈ കോണിലോട്ട് നമ്മൾ ചരിഞ്ഞ് ഗ്രഹം പണിയരുത്. ദിക്കിലോട്ട് നമുക്ക് മാക്സിമം ദിക്കിലോട്ട്, മഹാദിക്കിലോട്ട് നോക്കിയിട്ടാണ് ഗ്രഹം പണിയുന്നത്. പിന്നെ പലർക്കും ഒരു സംശയമാണ് തെക്കോട്ട് നോക്കി ഗ്രഹം പണിയുന്നത് ദോഷമാണ് എന്നുള്ളത്. അത് യമദിക്കാണ്, പക്ഷേ മഹാദിക്കാണത്. അതിലോട്ട് നോക്കി നമുക്ക് ഗ്രഹം പണിയാം. കാരണം നമ്മൾ പല ഉന്നത ഉദ്യോഗസ്ഥന്മാരെ, IPS, IAS ഓഫീസർമാർ, അതുപോലെ തന്നെ വലിയ ബിസിനസ്സിൽ പങ്കാളികളായിട്ടുള്ള ആൾക്കാർ ഒക്കെ നമ്മൾ അവരുടെ ഗ്രഹങ്ങൾ നോക്കി അതിൽ തെക്കോട്ട് ദർശനമായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ തൊഴിൽ മേഖലയും ബിസിനസ് മേഖലയിലൊക്കെ കീർത്തി നേടാൻ പറ്റുന്ന ആൾക്കാർക്കെല്ലാം ഗ്രഹങ്ങൾ തെക്കോട്ട് ദർശനമായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ വഹിച്ചത് കൊണ്ട് നമുക്ക് തന്നെ ദോഷമില്ലെന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. അപ്പം നമ്മൾ ഈ 4 ദിക്കിലോട്ട് നമുക്ക് ചിലർ ഈ തെക്കോട്ട് ദർശനമായിട്ട് വയ്ക്കും, കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും പ്രധാന വാതിൽ വെച്ച് ഗ്രഹം പണിയുന്നതും കണ്ടുണ്ട്. പക്ഷേ നമുക്ക് തെക്കോട്ട് നേരിട്ട് തന്നെ ഒരു ഗ്രഹം പണിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഒരു ദോഷവും നമുക്കതിനകത്ത് വരുന്നില്ല. പക്ഷേ നമുക്കിത് ഗ്രഹം പണിയുമ്പോൾ നമ്മൾ ഏത് ദിക്കിലാണോ ആ ദിക്കിൻ്റെ കണക്കുകൾ നമ്മളെടുത്ത് വേണം പണിയാൻ. കാരണം ധ്വജയോനി, സിംഹയോനി, അങ്ങനെയുള്ള കണക്കുകളുണ്ട്. അപ്പോൾ ഈ കണക്കുകളിൽ നമ്മൾ 4 ദിക്കിലെ എടുത്തുകൊണ്ട് ഗ്രഹം പണിയുന്നത് നമുക്ക് ഉത്തമമായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ കോൽക്കണക്കുകളാണ് ഗ്രഹം പണിയാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സ്ക്വയർ ഫീറ്റിന് നമ്മൾ ഇത്ര കോല്, ഇത്ര അങ്കുലം എന്ന കണക്കിലേക്ക് മാറ്റുമ്പോഴാണ് നമുക്കതിൻ്റെ ആയവയങ്ങളും നക്ഷത്രവും തിഥിയും വയസ്സും ഒക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ഗ്രഹം പണിയുമ്പോഴാണ് നമുക്ക് ഉത്തമ ഗ്രഹം എന്ന് നമ്മൾ പറയുന്നത്. എല്ലാവരും മഹാദിക്കിലോട്ട് ഗ്രഹം പണിയാൻ ശ്രമിക്കണം. പിന്നെ നമുക്ക് വഴി അനുസരിച്ചിട്ടാണ് ഗ്രഹം പണിയാൻ പറ്റുന്നത്. എന്നാലും നമുക്ക് ഉത്തമമായിട്ടുള്ള ദിക്കാണെങ്കിൽ അത് നമുക്ക് പണിയുന്നതിന് കുഴപ്പമൊന്നുമില്ല. വിദിക്കാണെങ്കിൽ നമ്മൾ 15 ഡിഗ്രി വരെ ചരിച്ച് പണിയാൻ, അതിൽ കൂടുതൽ പണിയാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കി നമ്മൾ സ്ഥാനം കാണുമ്പോൾ നമുക്കത് ആ രീതിയിൽ ഗ്രഹം പണിയാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇത് ദിക്കിലേക്ക് ഉള്ള സംശയങ്ങൾ എല്ലാവർക്കും മാറിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ബാക്കി കാര്യങ്ങളുമായിട്ട് ചർച്ച ചെയ്യാം. അപ്പം ഒരു വീട് പണിയാൻ ഒത്തിരിയും കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സാമാന്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കാമെങ്കിൽ നമുക്ക് ഒരു വീട് പണിയുന്ന സമയത്ത് നമുക്കിതിൻ്റെ സംശയങ്ങളൊക്കെ നമുക്ക് മാറിക്കിട്ടുന്നതായിരിക്കും. ഓക്കെ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.